ഹലോ വെൽക്കം ബാക്ക് ടു യമ്മി മലബാർ. ഇന്ന് ഞാൻ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഡ്രീം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ സെയിൽ ചെയ്യുന്ന ഡ്രീം കേക്കിൻ്റെ റെസിപ്പി. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾ ഇതേപോലെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുണ്ടല്ലോ കഴിച്ചുകൊണ്ടേയിരിക്കും. ഇതിപ്പോൾ നിങ്ങൾ ഹോം ബേക്കേഴ്സ് ആണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒന്ന് സെയിൽ ചെയ്ത് നോക്കൂട്ടോ. നിങ്ങൾ ഈ ഒരു ഡ്രീം കേക്ക് ടേസ്റ്റ് കാരണം കസ്റ്റമേഴ്സ് വീണ്ടും വീണ്ടും അത് ഓർഡർ ചെയ്യും. അത്രയും സ്പെഷ്യലായിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് ഒട്ടും താമസിയാതെ വീഡിയോയിലേക്ക് പോയാലോ. അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ടോട്ട് കേക്ക് ചെയ്തെടുക്കാനായിട്ട് ആദ്യം തന്നെ ഞാൻ ചെയ്യാൻ പോകുന്നത് ചോക്ലേറ്റൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒരു ബൗളിലോട്ട് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ കാര്യങ്ങളും കുറച്ചും കൂടെ ഈസി ആവട്ടെ. ഇനി നമുക്ക് ഒരു ബൗളിലോട്ട് ഞാൻ 2 മുട്ട ചേർക്കുന്നുണ്ട്. റൂം ടെമ്പറേച്ചറിൽ 2 മുട്ടയും 1 ടേബിൾ സ്പൂൺ അളവിൽ 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസും അതേപോലെ തന്നെ 1.5 കപ്പ് അളവിൽ പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഇത് പൊടിക്കാത്ത പഞ്ചസാരയാണ്. പൊടിച്ച പഞ്ചസാരയാണെങ്കിൽ 2 കപ്പ് ചേർക്കുക. പിന്നെ ഒരു കാര്യം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, എനിക്ക് വന്നൊരു മിസ്റ്റേക്ക് നിങ്ങൾക്ക് വരാനായിട്ട് പാടില്ല. നിങ്ങൾ പഞ്ചസാര ഉറപ്പായിട്ട് പൊടിച്ചിട്ട് ചേർക്കാനായിട്ട് പാടില്ല കേട്ടോ. കാരണം അങ്ങനെ പൊടിക്കാണ്ട് ചേർക്കുമ്പോൾ ഒത്തിരി സമയം എടുക്കുന്നുണ്ട്. കാരണം 2 മുട്ടയേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഒരുപാട് സമയം എടുത്തിട്ടുണ്ട് ഇതൊന്ന് ഈ ഒരു പഞ്ചസാര ഒന്ന് മിക്സായിട്ട് വരാനായിട്ട്. അപ്പോൾ ഇതേ നമ്മുടെ എഗ്ഗും പഞ്ചസാര അവിടെ ബീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് ചോക്ലേറ്റും ബട്ടറും ഒന്ന് മെൽറ്റാക്കി എടുക്കണം. അപ്പോൾ ഞാനിവിടെ 3/4 കപ്പ് അളവിൽ ഡാർക്ക് കോമ്പൗണ്ടും 100 ഗ്രാം അളവിൽ ബട്ടറും എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് മെൽറ്റ് ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ. മൈക്രോവേവ് ചെയ്യുകയാണെങ്കിൽ ഒരു 20 സെക്കൻഡ് ഒന്ന് മൈക്രോവേവ് ചെയ്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം. ശേഷം ഒരു ബൗളിൽ അരിപ്പ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനിവിടെ 1.5 കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1.5 കപ്പ് അളവിൽ മൈദയും 1/2 കപ്പ് അളവിൽ ഡാർക്ക് കൊക്കോ പൗഡറും ചേർക്കുന്നുണ്ട്. ഡാർക്ക് കൊക്കോ പൗഡറിന് പകരം നിങ്ങൾക്ക് നോർമലായിട്ടുള്ള ലൈറ്റ് കൊക്കോ പൗഡർ യൂസ് ചെയ്താലും കുഴപ്പമില്ല. ഞാൻ യൂസ് ചെയ്യുന്ന കൊക്കോ പൗഡർ പ്രൈമിൻ്റെ ആണ്. ഇങ്ങനെ ലൂസായിട്ട് മേടിക്കുന്നതാണ് കേട്ടോ. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറും 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് അരിച്ച് മാറ്റി വെക്കാം. നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസിൻ്റെ അളവെല്ലാം വ്യത്യാസം ഉണ്ട് കേട്ടോ. ഇതൊരു വേറെ ടൈപ്പ് മോയിസ്റ്റ് ആയിട്ടുള്ളൊരു ചോക്ലേറ്റ് സ്പഞ്ചിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇതിൽ കാണിക്കുന്നത്. ടോട്ട് കേക്കിൽ നമ്മൾ ഇങ്ങനെ ഉള്ള കേക്ക് സ്പഞ്ച് യൂസ് ചെയ്താൽ ഒന്നും കൂടെ ആ കേക്ക് നല്ല റിച്ച് ആയിട്ടിരിക്കും. അപ്പം നിങ്ങൾ നോർമലായിട്ടുള്ള കേക്ക് സ്പഞ്ച് വെച്ചിട്ടും ടോട്ട് കേക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഞാൻ ഇങ്ങനെയാണ് ചെയ്യൽ. അപ്പോൾ ഇതേ നമ്മുടെ ചോക്ലേറ്റ് ഇവിടെ മൈക്രോവേവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഡബിൾ ബോയിൽ ചെയ്താലും മതി കേട്ടോ. കുറച്ച് നേരം ചൂടുവെള്ളത്തിന് മുകളിൽ വെച്ചാലും ഇത് പെട്ടെന്ന് തന്നെ മെൽറ്റായിട്ട് കിട്ടും. റൂം ടെമ്പറേച്ചറിലായിരിക്കണം ബട്ടറും അതേപോലെ തന്നെ ചോക്ലേറ്റും. എന്നിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് വിസ്ക് വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് അലിഞ്ഞ് കിട്ടും. ഒട്ടും ചോക്ലേറ്റിൻ്റെ കട്ടകളൊന്നും പാടില്ല കേട്ടോ. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ കണ്ടില്ലേ, അടിപൊളിയായിട്ട് നമുക്കിത് മെൽറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇതിന് ചൂടൊന്ന് മാറിയതിന് ശേഷമാണ് നമ്മൾ കേക്കിൻ്റെ ബാറ്ററിലോട്ട് ചേർക്കാനായിട്ട് പാടുള്ളൂ. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. പഞ്ചസാരയും മുട്ടയും അലിഞ്ഞ് ചേർന്ന് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നമ്മൾ ഒരുക്കി മാറ്റി വെച്ചിട്ടുള്ള ചോക്ലേറ്റും ബട്ടറിൻ്റെ മിക്സ് ഈ ഒരു സ്റ്റാൻഡ് മിക്സറിലോട്ട് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കാനായിട്ട് മറന്നുപോയി, റെക്കോർഡ് ആയിട്ടുണ്ടായിരുന്നില്ല വീഡിയോ, അതാണ് സംഭവിച്ചത്. അപ്പോൾ ഈ ഒരു ചോക്ലേറ്റിൻ്റെ ബട്ടറിൻ്റെ മിക്സ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ പാലും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സായി വന്നു കഴിഞ്ഞാൽ നമുക്ക് ബീറ്റ് ചെയ്യുന്നത് നിർത്താം. എന്നിട്ട് ഇതിൻ്റെ ബ്ലേഡ് ഒന്ന് മാറ്റുന്നുണ്ട് കേട്ടോ. വിസ്ക് ചെയ്യുന്ന ബ്ലേഡ് മാറ്റിയിട്ട് ഇതേപോലെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യുന്ന ഫോൾഡ് ചെയ്യുന്ന ഈ ഒരു ബ്ലേഡ് വെച്ചതിന് ശേഷം നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് 3 തവണയായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ 4 തവണയായിട്ട് ഇങ്ങനെ നമുക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഈ ഒരു സ്റ്റാൻഡ് മിക്സർ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ബീറ്റർ വെച്ചിട്ട് ചെയ്യുന്ന പോലെ അങ്ങനെ ചെയ്തെടുത്താൽ മതി. ഞാൻ സ്റ്റാൻഡ് മിക്സർ യൂസ് ചെയ്തിട്ട് ആദ്യമായിട്ടാണ് വീഡിയോ അപ്ലോഡ് ആക്കുന്നത്. ഞാനിത് ഒരു 1 മന്തെങ്കിലും ഈ ഒരു സ്റ്റാൻഡ് മിക്സർ യൂസ് ചെയ്യട്ടെ. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ റിവ്യൂ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഓൾമോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൈഡിൽ നിന്നൊക്കെ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് സ്ക്രൈപ്പ് ചെയ്തിട്ട് നല്ലതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. നല്ല സ്മൂത്ത് ബാറ്ററായിട്ട് നമുക്ക് കിട്ടണം. ഈ ഒരു കേക്കിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ. നമുക്ക് വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. ചോക്ലേറ്റ് കേക്ക് ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഈ ചോക്ലേറ്റ് കേക്ക് വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ ടെക്സ്ചർ തന്നെ വ്യത്യാസമില്ലേ, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കേക്ക് ടീനിലോട്ട് മാറ്റാം. ഞാൻ
കേക്കിൻ്റെ ബാറ്റർ 4 ടിന്നിലായിട്ട് മാറ്റുന്നുണ്ട്. എന്നിട്ട് 10 മിനിറ്റ് മുമ്പ് 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ വെച്ചിട്ട് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഓവൻ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാ അലുമിനിയം പാത്രത്തിൽ വെച്ചിട്ടും ഇത് ബേക്ക് ചെയ്തെടുക്കാം. 35 മിനിറ്റ് ആണ് സമയം. ബേക്ക് ചെയ്യാൻ വെക്കുന്നതിന് മുന്നേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇത് നല്ലതുപോലെ ടാപ്പ് ചെയ്യണം. എന്നിട്ട് അതിലുള്ള എയർ ബബിൾസ് ഒക്കെ റിലീസ് ചെയ്തതിന് ശേഷമാണ് ബേക്ക് ചെയ്യാൻ വെക്കേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ കേക്ക് കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടില്ല. അപ്പോൾ കേക്ക് ബേക്കാവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ചോക്ലേറ്റ് ഗനാഷ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് അളവിൽ 250 ml 2 കപ്പ് അളവിൽ വൈറ്റ് കോമ്പൗണ്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പ് അളവിൽ വിപ്പിംഗ് ക്രീം അല്ലാന്നുണ്ടെങ്കിൽ ഫ്രഷ് ക്രീം കൂടി ചേർത്ത് കൊടുക്കുക. രണ്ടും ഒരേ അളവിൽ എടുക്കാനായിട്ട് ശ്രദ്ധിക്കാട്ടോ. എന്നിട്ട് നമുക്കിത് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ഞാൻ ഇപ്പം ഈ ഒരു ഡ്രീം കേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ക്രീം ഫിയോണയോ സൺവിപ്പോ ഒന്നും അല്ല കേട്ടോ, റിച്ചിൻ്റെ ക്രീമാണ് യൂസ് ചെയ്യുന്നത്. അതാണ് ഒന്നും കൂടി നല്ല ടേസ്റ്റാണ് ആ ഒരു ക്രീം കഴിക്കാനായിട്ട്. അത്യാവശ്യം നല്ല എക്സ്പെൻസീവാണ് ആ ഒരു ക്രീം വന്നിട്ട്. അത് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഈ വൈറ്റ് കോമ്പൗണ്ട് പോലെ തന്നെ ഡാർക്ക് കോമ്പൗണ്ട് നമുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിപ്പം ബൾക്കായിട്ട് വലിയ ക്വാണ്ടിറ്റിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു അളവിൽ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീട്ടിൽ ജസ്റ്റ് അത് കഴിക്കാനുള്ളൊരു പുതിക്ക് ഉണ്ടാക്കാനൊക്കെ ആണെങ്കിൽ ഞാൻ എടുക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് ഒന്ന് പകുതി ആക്കിയിട്ട് എടുത്താൽ മതി. അപ്പോൾ ഇതേ നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് റെഡി ആയിട്ടുണ്ട്. ഇത് രണ്ടും നമുക്ക് നല്ലതുപോലെ കവർ ചെയ്തിട്ടൊന്ന് ഫ്രിഡ്ജിൽ മാറ്റി വെക്കാം. അപ്പോൾ പിന്നെ ഇത് തണുത്ത് കഴിഞ്ഞാൽ നല്ല കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ട് നമുക്ക് കിട്ടും. ഇനി നമുക്ക് നമ്മുടെ ഡ്രീം കേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഡ്രീം കേക്ക് ബോക്സ് നല്ലതുപോലെ കഴുകിയിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുത്ത് വെക്കുന്നുണ്ട്. ഇത് 5 ഇഞ്ചിൻ്റെ ബോക്സാണ് ഇട്ടത്. ഇതിൻ്റെ വലിയ ബോക്സും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഈ ഒരു 5 ഇഞ്ചിൻ്റെ ബോക്സിന് 850ക്കാണ് ഇപ്പോൾ ഓഫർ സെയിലിന് ഇട്ടിട്ടുള്ളത്. 900 വരെ ഈ ഒരു 5 ഇഞ്ചിൻ്റെ ബോക്സ് നമുക്ക് സെയിൽ ചെയ്യാവുന്നതാണ്. പക്ഷേ ഒരു കാര്യം, നിങ്ങൾ 900-നൊക്കെ കൊടുക്കുമ്പം അത്രയും പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്ട്സ് യൂസ് ചെയ്യണം. എന്നാലാണ് അതിൻ്റെ ടേസ്റ്റിലും അതേപോലെ തന്നെ നമ്മൾ കൊടുക്കുന്നതിൻ്റെ ആ ഒരു റേറ്റിന് നമ്മൾ എത്തിക്സ് എന്ന് അറിയില്ലേ, ആ ഒരു സാധനം അത് നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ ഫോളോ ചെയ്യണം, നിങ്ങളൊരു ഹോം ബേക്കർ ആണെങ്കിൽ. കാരണം നമ്മൾ ക്വാളിറ്റി കുറഞ്ഞ പ്രൊഡക്ട്സ് യൂസ് ചെയ്തിട്ട് ഹൈ പ്രൈസിന് നമ്മൾ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. അത് നമ്മുടെ എത്തിക്സിന് ചേർന്നതല്ല. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ മറന്നു പോകരുത്. നിങ്ങൾ ഏതൊരു പ്രൊഡക്റ്റിനും പ്രൈസ് ഇടുമ്പം ആ ഒരു കാര്യം മൈൻഡിൽ വെച്ചിട്ട് വേണം നിങ്ങൾ പ്രൊഡക്റ്റിന് പ്രൈസ് ഇടാനായിട്ട്. അപ്പോൾ നമ്മൾ സാധാ കേക്ക് സ്പഞ്ച് പോലെ ഉണ്ടാക്കി ചെയ്യുന്ന ടോട്ട് കേക്കൊക്കെ നമുക്ക് 750-800-നൊക്കെ കൊടുക്കാവുന്നതാണ്. ഈ ഒരു 5 ഇഞ്ച് കേട്ടോ. ഞാനിപ്പം യൂസ് ചെയ്യുന്നത് ഇമ്പോർട്ടഡ് ചോക്ലേറ്റ് ആണ്, ഡാർക്ക് ചോക്ലേറ്റ്. പിന്നെ വൈറ്റ് കോമ്പൗണ്ടും പിന്നെ മിൽക്ക് കോമ്പൗണ്ടും മാത്രമേ മെല്ലോൻ്റെ യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ക്രീം ആയിരുന്നാലും പിന്നെ നമ്മുടെ കേക്ക് സ്പഞ്ച് വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു 5 ഇഞ്ചിൻ്റെ കേക്ക് 850ക്ക് സെയിൽ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾ റേറ്റ് തീരുമാനിക്കേണ്ടത്. നിങ്ങൾ യൂസ് ചെയ്യുന്ന റോ മെറ്റീരിയൽസ് എങ്ങനെയാണോ അതിനനുസരിച്ച് വേണം നിങ്ങൾ റേറ്റ് തീരുമാനിക്കാനായിട്ട്. എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, നിങ്ങൾ എങ്ങനെയാണ് പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. നമുക്ക് നല്ല കസ്റ്റമേഴ്സിനെ വേണമെങ്കിൽ നമ്മൾ പ്രൈസ് എന്ന് പറഞ്ഞ കാര്യം അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആ ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല വാല്യുബിൾ ആയിട്ടുള്ള നല്ല കസ്റ്റമേഴ്സ് നമ്മൾ അന്വേഷിച്ചിട്ട് ഇങ്ങോട്ട് വരും എന്നുള്ള കാര്യം എൻ്റെ കാര്യത്തിൽ ഷുവറാണ് കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ ചോക്ലേറ്റ് ഗനാഷൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ചോക്ലേറ്റ് മൂസാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ റിച്ചിൻ്റെ വിപ്പിംഗ് ക്രീമാണ് യൂസ് ചെയ്യുന്നത്. ഫിയോണ 1 kg 170 റുപ്പീസ് ആണെങ്കിൽ ഈ ഒരു റിച്ച് ക്രീമിൻ്റെ റേറ്റ് വന്നിട്ട് ഹാഫ് kg 140 റുപ്പീസ്, അതായത് 1 കിലോന് 140 രൂപയൊക്കെ വരുന്നുണ്ട്. ഇപ്പം 1 kgക്കാണെങ്കിൽ 240ഒക്കെയാണ് 1 kg ബോട്ടിലിനായിട്ട് വരുന്നത്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് നമ്മുടെ കേക്കിൻ്റെ പ്രൈസിലും വരും. അപ്പോൾ ഇതേ നമ്മുടെ ക്രീം ബീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചോക്ലേറ്റ് ഗനാഷ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ജലാറ്റിൻ മെൽറ്റ് ചെയ്തിട്ട് നമ്മുടെ ഈ ചോക്ലേറ്റ് ഗനാഷ് ചെയ്തെടുക്കുമ്പോൾ ചേർക്കട്ടെ. ഞാൻ അങ്ങനെ ചെയ്തില്ല. ഞാൻ കുറച്ചധികം ഈ ഒരു ചോക്ലേറ്റ് ഗനാഷ് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളി ചോക്ലേറ്റ് മൂസ് റെഡി ആയിട്ട് കിട്ടും. പിന്നെ അതേപോലെ തന്നെ ഇതിലേക്ക് ഞാൻ ന്യൂട്ടല ചേർക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ മെഷർമെൻറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കട്ടെ. അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ കറക്റ്റ് മെഷർമെൻറ്റ് പറയാത്തത്. അപ്പം ഞാൻ ഇതിലേക്ക് ന്യൂട്ടല കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു റിച്ച് ഫ്ലേവർ ഈ ഒരു ചോക്ലേറ്റ് മൂസിന് കിട്ടും കേട്ടോ. അതേപോലെ തന്നെ ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 കപ്പ് അളവിൽ കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റിച്ച് ആയിട്ടുള്ള നമ്മുടെ ചോക്ലേറ്റ് മൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഡ്രീം കേക്ക് ബോക്സ് സെറ്റ് ചെയ്യാനായിട്ട് തുടങ്ങാം.
അപ്പോൾ നമ്മുടെ കേക്ക് ചൂടെല്ലാം മാറിയിട്ട് ഞാൻ ടിന്നിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്യാം. നോർമലായിട്ടുള്ള ഷുഗർ സിറപ്പാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് മിൽക്ക് വെച്ചിട്ടുള്ള സിറപ്പും യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ നോർമലായിട്ടുള്ള ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഫസ്റ്റ് ലെയറായിട്ട് നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിൻ്റെ ലെയറിലായിട്ട് ഞാൻ കുറച്ച് ആൽമണ്ട്സ് പൊടിച്ചത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോ ഹോം ബേക്കേഴ്സും ഓരോ രീതിയിലാണ് കേട്ടോ ഈ ഒരു ഡ്രീം കേക്ക് സെറ്റ് ചെയ്യുന്നത്. ഞാൻ സെറ്റ് ചെയ്യുന്ന രീതിയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഞാൻ തന്നെ 2-3 ടൈപ്പിൽ ഡ്രീം കേക്ക് ബോക്സ് സെറ്റ് ചെയ്യലുണ്ട്. അതിലൊരു ടൈപ്പാണ് കേട്ടോ ഇത് കാണിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് ചോക്ലേറ്റ് മൂസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ കേക്കിന് ഐസിങ് ചെയ്യുന്ന പോലെ നല്ല സ്റ്റിഫായിട്ടൊന്നും ഈ ഒരു ക്രീം വേണമെന്നൊന്നുമില്ല. ഇത് ഇതിലിരുന്നിട്ട് നന്നായിട്ട് തണുത്ത് കഴിഞ്ഞാൽ സെറ്റായിട്ട് കിട്ടും. അപ്പോൾ അത് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് ന്യൂട്ടല കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതാണ് ഈ ഒരു കളറ്. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ആ ഒരു വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ബീറ്റ് ചെയ്തതും കൂടി ഒന്നങ്ങ് ഒഴിച്ചു കൊടുക്കണം. ഇനിയിത് സെറ്റായി വന്നു കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ മുകളിലുള്ള ലെയർ നമുക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ചേർക്കണം. അത് ഞാനിപ്പോൾ ഇവിടെ മെല്ലോൻ്റെ മിൽക്ക് കോമ്പൗണ്ടാണ് യൂസ് ചെയ്യുന്നത്. വൈറ്റ് കോമ്പൗണ്ടും മിൽക്ക് കോമ്പൗണ്ടും മാത്രമേ നമ്മൾ മെല്ലോൻ്റെ യൂസ് ചെയ്യുന്നുള്ളൂ. മോർഡിൻ്റെയും യൂസ് ചെയ്യലുണ്ട്. ബാക്കി നമ്മൾ ഡ്യൂട്ടി പെയ്ഡ് ഷോപ്പിൽ നിന്ന് മേടിക്കുന്ന ഇമ്പോർട്ടഡ് ചോക്ലേറ്റ് ആണ്, ഡാർക്ക് ചോക്ലേറ്റ് ഇട്ടാ. അപ്പോൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. എന്നിട്ട് നമുക്ക് ഈ ഒരു ഡ്രീം കേക്ക് ബോക്സിൻ്റെ സെക്കൻഡ് ലാസ്റ്റ് ലെയർ ആയിട്ടുള്ള ചോക്ലേറ്റ് ഗനാഷ് ഒന്ന് ഇതിൻ്റെ മുകളിലായിട്ട് അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതേ നമ്മുടെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കേക്കിൻ്റെ മുകളിലായിട്ട് അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ ഈ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് ഈ ഒരു കേക്കിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ നമ്മൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ഒഴിക്കുമ്പം ഒരു കാര്യം ശ്രദ്ധിക്കുക, നല്ല തിന്നായിട്ടുള്ള ലെയർ വേണം സ്പ്രെഡ് ചെയ്യാനായിട്ട്. കട്ടി കൂടി കഴിഞ്ഞാൽ ഇത് കസ്റ്റമറിന് പൊട്ടിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. പിന്നെ ഈ ഒരു ചോക്ലേറ്റ് സെറ്റായി വന്നു കഴിഞ്ഞാൽ കുറച്ച് കൊക്കോ പൗഡറും കൂടി ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ടോട്ട് കേക്കിൻ്റെ ലുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ റെസിപ്പിയും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എന്നും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളൊരു ഹോം ബേക്കർ ആണെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ വീട്ടിൽ ചെയ്തെടുക്കാനാണെങ്കിലും നിങ്ങൾ ഉറപ്പായിട്ടും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്